ബിഗ് ബോസ് സീസൺ 7 പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുടെ ന്യൂബിൻ ഹൗസിലെത്തിയിട്ടുണ്ട്. ന്യൂബിനെ വിളിക്കാനായിട്ട് ഇവർക്ക് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ബിന്നിയോട് ഇന്ന് ന്യൂബിൻ വരുമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഒരു ട്രെയിനിൻ്റെ സൗണ്ട് കേൾപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാം കൂടെ ആദിലയും നൂറയും ബിന്നി എല്ലാം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അവിടുന്ന് ബിന്നി ഇറങ്ങി ഓടുന്നുണ്ട്. പുറകിന് ബാക്കിയുള്ളവരും. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിരുന്നു, നിങ്ങളാരും അങ്ങോട്ട് പോകാൻ പാടില്ല, നിങ്ങളൊക്കെ ആ വരാന്തയിൽ നിന്നാൽ മതിയെന്ന്. അങ്ങനെ ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റ് എല്ലാം വരാന്തയിൽ നിൽക്കുന്നു. ബിന്നി ഓടി മെയിൻ എൻട്രൻസിൻ്റെ അവിടെ പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പവിഴമഴയെന്നുള്ള ആ ഒരു മ്യൂസിക് ഇടുന്നുണ്ട്. ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നി. കാരണം ഭയങ്കര റൊമാൻറ്റിക്കായിട്ടായിരുന്നു ആ ഒരു അവരുടെ ഒരു എൻട്രി വന്നത്, അവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നതുമായിട്ട്. അപ്പം ഡോറ് തുറന്നു. ഇതുപോലെ ന്യൂബിൻ വന്നു. ഇവൾ ഓടിച്ചെന്ന് ബിന്നി ഓടിച്ചെന്ന് ചാടി തോളത്തോട്ടം കയറുന്നുണ്ട്. അങ്ങനെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരയുന്നുണ്ട്. അപ്പോൾ എന്തിനാ കരഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം പറഞ്ഞു, എനിക്ക് സന്തോഷവും സങ്കടമൊക്കെ വന്നിട്ടാണ്. അന്നേരം പറഞ്ഞു, ഈ ന്യൂബിൻ പറയുന്നുണ്ട്, വല്ലാതെ മെലിഞ്ഞു പോയല്ലോ, ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പം ബിന്നി പറയുന്നുണ്ട്, നീ അതുപോലെ തന്നെ ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. 50 ദിവസമായില്ലേ ഇവർ, 50 അല്ലല്ലോ, 56 ദിവസമായില്ലേ ഇവർ കണ്ടിട്ട്. അപ്പം അങ്ങനെ പിന്നെ ബിഗ് ബോസ് ഹൗസിലോട്ട് ബാക്കിയുള്ളവരെ എല്ലാം കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പരിചയപ്പെടുത്തവൻ പറയുന്നുണ്ട്, നെവിനോട് പറയുന്നുണ്ട്, ഞാനൊരു 2 കിലോ പഞ്ചസാര എക്സ്ട്രാ കൊണ്ടുവരണമെന്ന് വിചാരിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് നെവിനെ ഒന്ന് കളിയാക്കുന്നുണ്ട്. പിന്നെ അനുമോൾ പറയുന്നുണ്ട്, അനുമോൾ നേരത്തെ ഒരു സീരിയൽ അഭിനയിച്ചതിനകത്ത് ഇദ്ദേഹമായിരുന്നു അനുമോളുടെ ബ്രദറായിട്ട് അഭിനയിച്ചത്. അപ്പോൾ ആ കാര്യങ്ങളുമൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ കുറച്ച് തമാശയും കാര്യങ്ങളുമൊക്കെ ഇടകലർത്തി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കും. ന്യൂബിൻ ചിലപ്പോൾ ഇന്നൊരു ദിവസം അവിടെ കാണും. കാരണം ആദ്യം നൂറ കൊടുത്ത ഒരു പവറുണ്ടല്ലോ ബിന്നിക്ക്, അത് നേരത്തെ ഒരു ഗെയിമിൻ്റെ ബേസിൽ നടന്ന ഒരു പവർ കിട്ടിയതാണ്. അപ്പോൾ ആ ഒരു പവറിൽ ബിന്നിക്ക് തീരുമാനിക്കാൻ ന്യൂബിൻ എത്ര നേരം നിൽക്കണം എന്നുള്ളത്. പക്ഷേ അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ അറിയത്തില്ല. എന്നാലും ബാക്കിയുള്ളവരുടെ ഫാമിലി മെമ്പേഴ്സ് വരുന്നതിനേക്കാട്ടിൽ കൂടുതൽ സമയം നിൽക്കാൻ ബിഗ് ബോസ് എന്തായാലും അനുവദിക്കും. അതാണ് ബിന്നിക്ക് കിട്ടിയേക്കുന്ന ഒരു പവർ. അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം.